ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് പിക്സൽവേഴ്സിൻ്റെ എയർ ഡ്രോപ്പിനെ കുറിച്ചാണ്. എങ്ങനെയാണ് നമുക്ക് എയർ ഡ്രോപ്പ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുക, അതുപോലെ തന്നെ എയർ ഡ്രോപ്പിൻ്റെ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു, അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ എയർ ഡ്രോപ്പ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുണ്ട്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം ഒക്കെ ജോയിൻ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിക്സൽവേഴ്സിൻ്റെ ടീം നേരത്തെ അനൗൺസ് ചെയ്ത പോലെ തന്നെ അവരുടെ ടോക്കൺ അവർ പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ചുകളിലൊക്കെ ഓൾറെഡി ലിസ്റ്റിംഗ് ആയിട്ടുണ്ട്. കറൻ്റ്ലി ഈ ഒരു ടോക്കൺ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു $0.044 റേഞ്ചിലാണ്. ഇനി നിങ്ങൾ പിക്സൽവേഴ്സ് എയർ ഡ്രോപ്പിന് എലിജിബിൾ ആയിട്ടുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ പിക്സൽവേഴ്സിൻ്റെ ടെലഗ്രാം ബോട്ട് ഓപ്പൺ ചെയ്യുക. ആ ഒരു ബോട്ട് ഓപ്പൺ ചെയ്യുമ്പം പിക്സ്ഫൈ ഈസ് ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനാണ് പറ്റും. അവിടെ ജസ്റ്റ് ക്ലെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ആ ഒരു ക്ലെയിം ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്കൊരു NFT കിട്ടിയതായിട്ട് കാണാനായിട്ട് പറ്റും. ആ ഒരു NFT എന്ന് പറയുന്നത് നിങ്ങളുടെ ലെവൽ അനുസരിച്ചായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങളുടെ ലെവൽ അനുസരിച്ചായിരിക്കും നിങ്ങൾക്കിവിടെ റിവാർഡ് കിട്ടിയിട്ടുണ്ടാവുക. എൻ്റെ ലെവൽ 8 ആയിരുന്നു, അതിനനുസരിച്ച് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 690 പിക്സൽ ഫൈൻ്റെ ടോക്കൺസ് ആണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺസ് എങ്ങനെ ക്ലെയിം ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറൻ്റ്ലി ഇപ്പം ഈ ഒരു ബോട്ടിൽ ഇവിടെ ക്ലെയിമിങ്ങിൻ്റെ നമ്മുടെ വാലറ്റ് അഡ്രസ്സ് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ഇന്നലെ നേരം വെളുക്കാനായിട്ട് നോക്കിയ സമയത്ത് നമുക്കവിടെ വാലറ്റ് കൊടുക്കാനായിട്ട് പറ്റുമായിരുന്നു. സോ അത് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പോസിബിളി അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ ക്ലെയിമിങ് വരാനായിട്ട് പോകുന്നത്. നിങ്ങൾ ബോട്ട് ഓപ്പൺ ചെയ്ത് പോകുമ്പം നമുക്ക് അവിടെ തന്നെ ക്ലെയിം പിക്സ്ഫൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അവിടെ നിങ്ങൾ ക്ലെയിമിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ക്ലെയിം ചെയ്യേണ്ടതായിട്ടുള്ള വാലറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. സോ നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ട വാലറ്റ് അഡ്രസ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാഷ്ബോർഡിൽ കണക്ട് ചെയ്ത വാലറ്റിൻ്റെ ഇതേറിയം അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. ആ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. നമുക്കിവിടെ ഇപ്പം ക്ലെയിം ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അത് അവർ ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും. നിങ്ങൾ ഒരിക്കലും ഒരു എക്സ്ചേഞ്ചിൻ്റെ അഡ്രസ്സ് ഒന്നും ഇവിടെ കൊടുക്കാനായിട്ട് പാടില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടോക്കൺസ് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങൾ ഡാഷ്ബോർഡിൽ കണക്ട് ചെയ്ത സെയിം വാലറ്റ് എടുക്കുക. അതിനുശേഷം ആ ഒരു വാലറ്റിൽ ഇതേറിയത്തിൻ്റെ റിസീവിങ് അഡ്രസ്സ് എങ്ങനെ എടുക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് OKX വാലറ്റാണ്. നമ്മളിവിടെ റിസീവ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കവിടെ എതേറിയം കാണാനായിട്ട് പറ്റും. സോ ഇവിടെ എതേറിയം സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്തുള്ള നെറ്റ്വർക്ക് എതേറിയം നെറ്റ്വർക്ക് അഥവാ ERC20 ആണെന്ന് നിങ്ങൾ പ്രത്യേകം ഉറപ്പുവരുത്തുക. അതിനുശേഷം ആ ഒരു വാലറ്റ് കോപ്പി ചെയ്യുക, വാലറ്റ് അഡ്രസ്സ് അവിടെ കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മുടെ പിക്സൽ ടാപ്പിൻ്റെ ആ ഒരു ബോട്ടിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഡാഷ്ബോർഡിലും റിവാർഡ്സ് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങൾ ഡാഷ്ബോർഡിൽ ജസ്റ്റ് കയറുക. അതിനുശേഷം ആ ലെഫ്റ്റ് സൈഡ് കാണുന്ന ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എർലി അഡോപ്റ്റർ എന്ന് പറഞ്ഞ സെക്ഷൻ കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ ഡാഷ്ബോർഡിലെ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ഒരു NFTയും അതുപോലെ തന്നെ റിവാർഡും വന്നിട്ടുണ്ടാവും. എനിക്കിവിടെ റിവാർഡ്സും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം റിവാർഡ്സ് കിട്ടി എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ലെവൽ 10 എത്തിച്ച ആളുകൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ റിവാർഡ് കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് ലെവൽ 10 എത്തിച്ച ആളുകൾക്ക് ഏകദേശം ഒരു 5000 ടോക്കൺസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. 5000 ടോക്കൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് വാല്യൂ വെച്ചിട്ട് ഏകദേശം $1,200 മേലെ ഉണ്ടാവും. അതുപോലെ തന്നെ 600 സംതിങ് ടോക്കൺസ് ആണെങ്കിൽ ഏകദേശം $125 വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ എയർ ഡ്രോപ്പ് അനൗൺസ്മെൻറ്റിൽ കുറേ അധികം കാര്യങ്ങൾ ഇനിയും ക്ലാരിറ്റി വരാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്ലെയിം ചെയ്യാനായിട്ട് ഇനി ഏകദേശം 7 ദിവസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇവരുടെ ബോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി തരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്തിട്ട് ഫസ്റ്റ് ഡേ തന്നെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ വെറും 10% ടോക്കൺസ് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ബാക്കി 90% അവർ ബേൺ ചെയ്യും എന്നുള്ള രീതിയിലുള്ള അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫീസും കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല. അത് ഗ്യാസ്ലെസ് ആയിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റേക്കിങ്ങിലേക്ക് നമ്മുടെ ടോക്കൺസ് പോകും എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ആകെ മൊത്തത്തിൽ കുറച്ചധികം കൺഫ്യൂസിങ് ആണ് ഇവരുടെ ക്ലെയിമും കാര്യങ്ങളൊക്കെ. അപ്പം ഇപ്പം നമുക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൽ കുറച്ചധികം മാറ്റങ്ങളും വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എയർ ഡ്രോപ്പ് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫെയർ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലെവൽ 10 എത്തിക്കാനായിട്ട് വലിയ പാടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എസ്പെഷ്യലി ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ വന്ന് ലെവൽ കൂട്ടാൻ നോക്കിയ ആളുകൾക്കൊക്കെയാണ് പണി കിട്ടിയിട്ടുള്ളത്.
ഞാനും വലിയ രീതിയിൽ ലെവൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ 8-ലായിരുന്നു ഉണ്ടായിരുന്നത്. അവസാന ഡേയ്സിൽ ബോട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലാഗായിരുന്നു. അതുകൊണ്ട് തന്നെ ലെവലപ്പ് ചെയ്യാനൊന്നും കുറേയധികം ആളുകൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ദിവസങ്ങൾക്ക് മുന്നേ ലെവൽ 10 അടിച്ച ആളുകൾക്ക് തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടാകണം. അങ്ങനെ ലെവൽ 10 അടിച്ച് 5000 ടോക്കൺസ് ഒക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ എയർ ഡ്രോപ്പിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ടെലഗ്രാം ബോട്ടിൻ്റെ ഉള്ളിൽ എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ക്രൈറ്റീരിയകൾ നോക്കാം. അതായത് നമ്മൾ ആ ഒരു ടെലഗ്രാം ബോട്ടിൽ ഏൺ ചെയ്തിട്ടുണ്ടായിരുന്ന ലെവലിനനുസരിച്ചാണ് നമുക്കിവിടെ എയർ ഡ്രോപ്പ് എലിജിബിലിറ്റി കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഓരോ ലെവലിനനുസരിച്ചും അവർ നമുക്ക് ഓരോ NFT തരുന്നുണ്ടായിരുന്നു. സോ ലെവൽ 1 കോമൺ NFT, ലെവൽ 2 to 4 അൺകോമൺ, ലെവൽ 5 to 7 റെയർ, അതുപോലെ തന്നെ ലെവൽ 8 to 9 എപ്പിക്ക്, ലെവൽ 10 ലെജൻഡറി. ലെവൽ 10 അഥവാ ലെജൻഡറി NFT കിട്ടിയ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ അലൊക്കേഷൻ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ എത്രത്തോളം പോയിന്റ്സ് ഏൺ ചെയ്തു, അതുപോലെ തന്നെ എത്രത്തോളം ആളുകളെ റെഫർ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും ഇവരൊരു ക്രൈറ്റീരിയ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഏർലിയർ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്. സോ ഇവർ എയർ ഡ്രോപ്പ് അനൗൺസ് ചെയ്തപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി വരാനായിട്ട് പോകുന്ന ആംസ്റ്റർ കോമ്പാറ്റ്, ടാപ്പ് സ്വാപ്പിലൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള ക്രൈറ്റീരിയ ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുക. ടീം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എയർ ഡ്രോപ്പ് അലൊക്കേഷനും കാര്യങ്ങളൊക്കെ മാറ്റിമറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം അവർ എയർ ഡ്രോപ്പ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 10% ഓഫ് പിക്സ് വൈ ടോക്കൺസ് ആണ്. അതായത് ഇവരുടെ ടോട്ടൽ സപ്ലൈ വരുന്നത് ഏകദേശം 5 ബില്യൺ ആണ്. അപ്പോൾ ഏകദേശം ഒരു 500 മില്യൺ ടോക്കൺസ് ആണ് NFT ബേസിസിൽ ഇവർ എയർ ഡ്രോപ്പ് അലോക്കേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർ ഫ്യൂച്ചർ എയർ ഡ്രോപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്യൂച്ചർ എയർ ഡ്രോപ്പിന് ഏകദേശം 20% പിക്സ് വൈ ടോക്കൺസ് ആണ് വെച്ചിട്ടുള്ളത്. അത് വളരെ നല്ല കാര്യമാണ്. അതായത് ഏകദേശം 1 ബില്യൺ ടോക്കൺസിൻ്റെ എയർ ഡ്രോപ്പ് ഭാവിയിൽ വരാനായിട്ട് കിടക്കുവാണ്. ആ ഒരു എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് ആക്ടിവിറ്റീസ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും, ഗെയിം കളിക്കുന്നതൊക്കെ അനുസരിച്ചായിരിക്കണം ഇനി വരാനായിട്ട് പോകുന്ന എയർ ഡ്രോപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ എയർ ഡ്രോപ്പ് അനൗൺസ്മെൻറ്റിൽ കുറേയധികം കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിക്കവാറും നമുക്ക് 25-ാം തീയതി ആയിരിക്കും ടോക്കൺസ് വാലറ്റിലേക്ക് വരാനായിട്ട് പോകുന്നത്. ആ 25-ാം തീയതി വേണമെങ്കിൽ നമുക്ക് ഫുള്ള് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. 10% മാത്രമായിരിക്കും വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക. ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വേണമെങ്കിൽ ഫുള്ള് എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റുക. അവർ പറഞ്ഞിട്ടുള്ള അനുസരിച്ച് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ മൊത്തം ക്ലെയിം ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ 10% ടോക്കൺസേ കിട്ടത്തുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ബോട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ചെയ്യാം. വർക്കിംഗ് ആവുന്ന സമയത്ത് എന്തായാലും ഞാനത് ടെലഗ്രാമിൽ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ എക്സ്ചേഞ്ചിൻ്റെ അഡ്രസ്സ് കൊടുക്കരുത്. നിങ്ങളുടെ വാലറ്റിൻ്റെ അഡ്രസ്സ്, അതായത് OKX വാലറ്റോ അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റോ അല്ലെങ്കിൽ മെറ്റാമാസ്കിലോ ഉള്ള എതേറിയത്തിൻ്റെ ERC20 ഡെപ്പോസിറ്റ് അഡ്രസ്സ് മാത്രം കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ നേടിയിട്ടുള്ള ടോക്കൺസും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഈ ഒരു എയർ ഡ്രോപ്പിൽ എനിക്കറിയാം കുറേയധികം ആളുകളൊന്നും ഹാപ്പി അല്ല. നമ്മൾ ടെലഗ്രാമിൽ ഇട്ടതിൻ്റെ റിയാക്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ കുറച്ച് ആളുകൾക്ക് ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ലെവൽ 10 ഒക്കെ നേരത്തെ എത്തിയിട്ടുള്ള ആളുകൾക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ടോക്കൺ ഇപ്പോൾ കുഴപ്പമില്ലാത്ത പ്രൈസിൽ നിൽക്കുന്നുണ്ട്. എയർ ഡ്രോപ്പ് വരുന്ന സമയത്ത് മിക്കവാറും ഒരു ഡംപ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.